ഹായ് എവ്രി വൺ, വെൽക്കം ടു ടെക്കീസ് ഹോബീസ്. സോ ഇന്ന് ഇവിടെ ഒരു സ്പെഷ്യൽ അൺബോക്സിങ്ങും റിവ്യൂ വീഡിയോ ആണ്. ഇത് സ്പെഷ്യൽ ആവാൻ കാരണം എൻ്റെ കാറിന് ഞാൻ 70 മാത്സ് നോക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. പക്ഷേ എനിക്കൊരു കറക്റ്റ് ഇഷ്ടമായിട്ടുള്ള ഡിസൈൻ ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി റെഡ് കളറാണ്. അതിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിൽ ബ്ലാക്ക് വിത്ത് റെഡ് സ്റ്റിച്ചിങ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള 70 മാത്സ് ഒന്നില്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് ഗ്രേ സ്റ്റിച്ചിങ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ബീച്ച് കളർ. ഇങ്ങനത്തെ രണ്ട് ഓപ്ഷനേ ഉള്ളൂ 70 മാത്സിൽ. ഞാൻ സെർച്ച് ചെയ്തിരുന്നത് ബ്ലാക്ക് വിത്ത് റെഡ് സ്റ്റിച്ചിങ് ആയിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ ബ്രാൻഡിനെ കുറിച്ചിട്ട് കിട്ടിയത്. എലഗൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം. എനിക്ക് ക്വാളിറ്റി വൈസും കുറച്ചുകൂടി സുപ്പീരിയർ ആയിട്ട് തോന്നി. കാരണം ഇത് ഞാൻ ഒരു ഷോറൂമിൽ വെച്ചിട്ട് ഞാൻ ചെക്ക് ചെയ്തിരുന്നു ഇവരുടെ ഇത്. പക്ഷെ ഞാൻ ഓർഡർ ചെയ്തത് ഡൽഹിയിൽ നിന്നാണ്, നോയിഡ ടു ബി എക്സാക്ട്. നോയിഡയിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അവർ ഇത് എൻ്റെ വണ്ടിക്ക് എക്സാക്റ്റ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ സ്പെസിഫിക് ആയിട്ട് കസ്റ്റം മെയ്ഡ് ആയിട്ട് എൻ്റെ വണ്ടിക്ക്, അതായത് BMW 320Dക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അയക്കുകയാണ് ചെയ്തത്. സോ ഇറ്റ് ടുക്ക് ഏകദേശം 15 days എടുത്തു ഇതെത്താൻ, എനിക്ക് കിട്ടാൻ. പക്ഷെ നമുക്ക് എന്തായാലും ഇതൊന്ന് ചെക്ക് ചെയ്യാം എങ്ങനെ ഉണ്ടെന്ന്. സോ ഫസ്റ്റ് പറയുകയാണെങ്കിൽ നല്ല പാക്കിംഗ് ആണ്. Over the edge, feel like I'm floating through the air. The pain I felt is paid for, all is said and done. Oh, I am restricted, fixed upon the web. I need to kick the habit that my mind is breathing in. Break out, I've got to see. Spent all my life holding all of it closely. I played it innocent, a feel of discontent. I'm finally facing it all, fearless. കാണുമ്പോൾ വെരി ഗുഡ് ക്വാളിറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് കണ്ടോ, ഇവരുടെ എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ സൈനും ഉണ്ട് ഈ സ്റ്റിച്ചിങ്ങിൽ. സോ അത്ര ഡീറ്റെയിൽഡ് ആണ്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ ഇതുള്ളതുകൊണ്ട് ഇത് ഡേർട്ടിനും ഇതിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. സോ ലെറ്റ്സ് സീ. നമുക്കിനി വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് നോക്കാം. വണ്ടിയുടെ കറൻറ്റ് മാറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 year ഓൾഡായി. അതുമാത്രമല്ല, ഇതൊരു പ്ലാസ്റ്റിക് ടൈപ്പ് മാറ്റാണ് ഇപ്പോൾ ഉള്ളത്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള. ഇത് ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല, പക്ഷെ ഇത് മേടിച്ച സമയത്ത് നല്ലതായിരുന്നു. പക്ഷെ പിന്നെ ഇപ്പോൾ ആകെ കളറൊക്കെ മാറി, പിന്നെ ലുക്കും ആകെ ചേഞ്ചായി. അതുപോലെ തന്നെ എല്ലാ സൈഡിലും ഇതുണ്ട്. ഇനി ലെറ്റ്സ് സീ. സൈഡിൻ്റെ ആണ് ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്കപ്പോൾ ഫിറ്റ് ചെയ്ത് നോക്കാം. എൻ്റെ ഡ്രൈവർ സൈഡാണ്. കണ്ടോ, ഡീറ്റെയിലിംഗ് കണ്ടോ, എന്ന് പറഞ്ഞിട്ട് എലഗൻറ്റിൻ്റെ സൈനൊക്കെ ഉണ്ട്. ഇത് വെച്ചോ. ബാക്ക് അടിച്ച്, കാരണം ഇത് എക്സാക്ട് ഫിറ്റിംഗ് ആണ്. മാക്സിമം സീറ്റ് ബാക്കിലാക്കിയിട്ട് വേണം ഫിറ്റിംഗ്. Exaggerated, that's what you assume. The story's over now, I must conclude. I am conflicted, watching where I step, still hanging in the balance. Not the life I want to live, I want to take it all. Standing tall, fear I weighed the person you are.
ഇത് ക്ലിപ്പ് ചെയ്യണത് എങ്ങനെയാണെന്നൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. Spent all my life holding all of it closely. I played it innocent, a feel of discontent. I'm finally facing it all, fearless. നമുക്കിനി ഇട്ട് കഴിഞ്ഞത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ എലഗൻറ്റ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് ആണ്. പിന്നെ ഈ റെഡ് സ്റ്റിച്ചിങ് കമ്പാരിറ്റീവ്ലി നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ ആകെ മൊത്തം കളറിനായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്, കളർ സ്കീമിനായിട്ട്. പിന്നെ ഫിറ്റിംഗ് ഒക്കെ എക്സാക്റ്റ് ആണ്. കുറച്ചുകൂടിയും പെർഫെക്റ്റ് ഫിറ്റിംഗ് വേണമെങ്കിൽ നമ്മൾ ഈ കാർ മാറ്റ് അവിടെ നിന്ന് തന്നെ ഫിറ്റ് ചെയ്യിപ്പിക്കേണ്ടത്. ഇത് നമ്മൾ സ്വയം വെച്ചതായതുകൊണ്ട് അതിൻ്റേതായ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ടൈം ഫിക്സ് ചെയ്യിപ്പിക്കാവുന്നേ ഉള്ളൂ. ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കാരണം ഇപ്പോൾ മുമ്പത്തെ പോലെ അല്ല, എല്ലാ സൈഡും കവർ ആവുന്നുണ്ട്. അത് മൊത്തം വണ്ടിയുടെ തീമിനായിട്ട് മാച്ച് ചെയ്യുന്ന. ഓവറോൾ ഐ ആം വെരി ഹാപ്പി വിത്ത് ദ ക്വാളിറ്റി. നല്ല ലെതർ ഫിനിഷ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ലെതറാണെന്ന് തോന്നുന്നു, പക്ഷെ എന്നാലും നല്ല ക്വാളിറ്റീസ് മറ്റേ മാറ്റുകളായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ്, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. താങ്ക് യു.